38 വർഷമായി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ 50,000-ലധികം പേർക്ക് രക്തദാനത്തിന് അവസരമൊരുക്കിയ ഒരു വ്യക്തിയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. രക്തത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അതിന് തോമസ് സാറിന്റെ മുഖമായിരിക്കുമെന്നാണ് ചേർത്തലക്കാർ പറയുന്നത്. യുവർ കോളേജ് സോഷ്യൽ സർവീസ് എന്ന സംഘടനയിലൂടെയാണ് KE തോമസ് എന്ന 70-കാരൻ സമൂഹത്തെ കൂട്ടിയിണക്കുന്നത്. ഏതു പാതിരാത്രി വിളിച്ചാലും ഒരു ഫോൺ കോളിനപ്പുറത്ത് തോമസ് സാറിനെ കിട്ടിയാൽ ഏത് ഗ്രൂപ്പ് രക്തമാണെങ്കിലും സംഘടിപ്പിക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. കഴിഞ്ഞ 38 വർഷം കൊണ്ട് തോമസ് സാർ സമൂഹത്തിലുണ്ടാക്കിയ ഇടപെടലിലൂടെയാണ് ആ വിശ്വാസം രൂപപ്പെട്ടത്. യുവർ കോളേജ് സോഷ്യൽ സർവീസ് എന്ന സംഘടനയിലൂടെയാണ് പ്രവർത്തനം. ഇതുവരെ 1,00,000 പേർക്കാണ് പുതുജീവൻ നൽകിയത്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, യുവാക്കൾ മുന്നോട്ട് വരികയും രക്തദാനത്തിന് തയ്യാറാകുകയും ചെയ്താൽ പല ജീവനും വഴിയരികിൽ പൊലിഞ്ഞു പോകുന്നതിനെ നമുക്ക് ജീവിതത്തിലേക്ക് പിടിച്ചുയർത്താൻ സാധിക്കും. അപൂർവമായ നെഗറ്റീവ് രക്തഗ്രൂപ്പുകൾക്ക് വേണ്ടി ഡയറക്ടറി തുടങ്ങിയതും തോമസ് സാറിന്റെ നേട്ടമാണ്. മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കത്തെഴുതി തോമസ് സാറിനെ അഭിനന്ദിച്ചിരുന്നു. ചേർത്തല സെന്റ് മേരീസ് സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററാണ് 70-കാരനായ KE തോമസ് എന്ന തോമസ് സാർ. 1982-ലാണ് തോമസ് സാർ ആദ്യമായി രക്തദാനം ചെയ്യുന്നത്. അപകടത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനു വേണ്ടിയായിരുന്നു ആദ്യ രക്തദാനം. പിന്നീട് രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 400 ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചത്. 40,000 പേരുടെ രക്തഗ്രൂപ്പുകളടങ്ങിയ ഡയറക്ടറിക്കും രൂപം നൽകി. എത്ര അടിയന്തര ശസ്ത്രക്രിയകൾക്കും രക്തം ആവശ്യമായി വരുമ്പോൾ ആശുപത്രി അധികൃതരും മറ്റു സന്നദ്ധ പ്രവർത്തകരും ആദ്യം വിളിക്കുന്നതും തോമസ് സാറിനെയാണ്. അടിയന്തര ഘട്ടത്തിൽ ഒരാൾക്ക് രക്തം നൽകുന്നതിലൂടെ ഒരു കുടുംബത്തിന് പുതുജീവൻ കൂടി നൽകുന്നു എന്നാണ് തോമസ് സാർ പറയുന്നത്. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്ന് മാത്രമാണ് സമൂഹത്തിന് ഇപ്പോഴും നല്ല പാഠങ്ങൾ നൽകുന്ന ഈ അധ്യാപകന്റെ ആഗ്രഹം. 24 ആലപ്പുഴ.